ഹലോ, വെൽക്കം ബാക്ക് ടു AB Arts. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന ക്യൂട്ട് പാൻഡ കലണ്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഫസ്റ്റ് ക്ലിപ്സിൻ്റെ ഒന്ന് ഡിലീറ്റ് ആയി പോയിട്ടോ, അതുകൊണ്ടാണ് കട്ട് ചെയ്തതിന് ശേഷമുള്ള ക്ലിപ്പ് കാണിക്കുന്നത്. ഇതിലും കുറച്ച് ചെറിയ ബോക്സ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാട്ടോ. എൻ്റെ ബോക്സ് കുറച്ച് വലുതായി പോയിക്കണം. ഇതിൻ്റെ ബേസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കുക. അങ്ങനെ എൻ്റെ ബേസ് സെറ്റായി. ഇനി ഒരു A4 ഷീറ്റ് എടുക്കുക, പാണ്ടനെ വരച്ചു കൊടുക്കുക. പാണ്ടനെ തന്നെ വരയ്ക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ വരച്ചു കൊടുക്കുക. ഞാൻ പിന്നെ പാണ്ടനെ വരയ്ക്കുന്നത്. പാണ്ടനെ വരച്ചാൽ രണ്ടുണ്ട് കാര്യം. ഒന്ന് സിമ്പിളാണ്, ഒറ്റ സ്കെച്ച് മതി. എന്നാലോ ആക്ക് ക്യൂട്ട്നെസ്സിന് ഒരു കുറവുമില്ല. ഇനി ഈ പിക്ചർ നമുക്കൊരു ബ്രൗൺ ചാർട്ടുമ്മലേക്ക് ഒട്ടിച്ചിട്ട് വെട്ടിയെടുക്കാം. കുറച്ചുകൂടി ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ മൂക്കും ചെവിയും ഒക്കെ നമുക്ക് ബ്രൗൺ ചാർട്ടുമ്മലേക്ക് ഒട്ടിച്ച് വെട്ടിയെടുക്കാം. ഒക്കെ സെപ്പറേറ്റ് ഇങ്ങനെ വെട്ടി ഒട്ടിക്കുമ്പോൾ ഒരു 3D എഫക്റ്റ് കിട്ടും. എന്നിട്ടൊരു കുഞ്ഞു കാർഡ്ബോർഡ് പീസ് ഈ ഓരോ പീസിന്റെയും ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചാലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു 3D എഫക്റ്റ് കിട്ടും. വരച്ചു വെച്ച പാണ്ടന്റെ ഫേസും മൂക്കും ചെവിയും ഒക്കെ ഈ മിൽക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളെ കലണ്ടറിന്റെ ബേസ് സെറ്റായി. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ക്യൂബ്സ് സെറ്റ് ചെയ്യണ്ടേ? അതിനൊന്നുമില്ല, ഇതേപോലെ ഒരു കട്ടിയുള്ള പേപ്പറിലേക്ക് ഈ കാണുന്ന ടെംപ്ലേറ്റ്സ് ഒന്ന് വരച്ചു കൊടുക്കുക, അതൊന്ന് വെട്ടിയെടുക്കുക, എന്നിട്ട് അത് കൂട്ടിയൊട്ടിച്ചു കൊടുക്കുക. ക്യൂബ്സ് റെഡി. എന്നിട്ട് ഈ ക്യൂബ്സ് ഒക്കെ ഇഷ്ടമുള്ള രീതിക്ക് ഒന്ന് കളർ ചെയ്തെടുക്കുക. എന്നിട്ടൊന്നുമില്ല, ഈ ക്യൂബ്സുമലേക്ക് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് എഴുതി കൊടുക്കുക. ഈ ക്യൂബ്സുമലേക്ക് ഓരോ മന്തിന്റെ പേര് എഴുതി കൊടുക്കുക. ഇതുമ്പോ നല്ല വൃത്തിയിൽ എഴുതാൻ നോക്കണേ, എന്നാലേ നമ്മളെ കലണ്ടർ നീറ്റായിരിക്കുള്ളൂ. അതോടെ നമ്മളെ കലണ്ടറിന്റെ പരിപാടി കഴിഞ്ഞ്. എന്ത് സിമ്പിളല്ലേ? അത് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കലണ്ടർ ചെയ്ത്. അപ്പൊ നമ്മളെ കലണ്ടറിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ എല്ലാരും ഈ കലണ്ടർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ? അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫോട്ടോസ് എനിക്ക് ഷെയർ ചെയ്ത് തരണേ. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. അപ്പൊ ഓക്കെ, ബൈ.